my love and support is always there for him, and best wishes చెప్పేసి వచ్చేసాను. Thank you. മലയാളികൾ കാത്തിരുന്ന എമ്പുരാന്റെ ട്രെയിലർ കണ്ട് രാവിലെ തന്നെ കിളി പോയവർ അനേകം. ഒരു ഹോളിവുഡ് മൂവി പോലെയാണ് എന്നാണ് കൂടുതൽ കമന്റ്. എന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തുമെന്ന് പോസ്റ്റ് ഇട്ടിട്ടും എന്തുകൊണ്ട് രാവിലെ ട്രെയിലർ എത്തിയെന്നതിന് കാരണം ഹിന്ദി ട്രെയിലർ സൗണ്ട് ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ലീക്കായത് എമ്പുരാൻ ടീമിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് ഈ തീരുമാനം. എന്നാൽ ഇപ്പോൾ തെലുങ്ക് മാധ്യമങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത അല്ലു അർജുൻ എമ്പുരാന്റെ ട്രെയിലർ കണ്ട് പൃഥ്വിരാജിനെ അങ്ങോട്ട് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തുവെന്നും പൃഥ്വിയുടെ ഡയറക്ഷനിൽ ഒരു സിനിമ ചെയ്യാൻ അല്ലു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. If as a fan in Malayalam, I'll say I'm only a Mohanlal fan. Everybody's films and I appreciate them. But as a fan, if you ask me, I'm only Mohanlal fan. താനൊരു കടുത്ത മോഹൻലാൽ ഫാനാണെന്ന് മുന്നേ പറഞ്ഞ അല്ലു അർജുൻ എമ്പുരാൻ കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പ്രകടിപ്പിച്ചതായി ഫാൻസ് പേജിൽ വാർത്തകൾ വരുന്നു. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. എന്നാൽ അല്ലു പൃഥ്വിയെ ഒരു മൂവി ഡയറക്ട് ചെയ്യാൻ ചോദിച്ച വാർത്ത വലിയ രീതിയിലാണ് തെലുങ്ക് മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടതും അല്ലു അർജുൻ ആരാധകർ അത് ഏറ്റെടുത്തതും. കൂടാതെ എമ്പുരാന് ഓരോ സ്റ്റേറ്റിലും പ്രമുഖ സെന്ററുകളിൽ സെലിബ്രിറ്റി ഷോ ഉണ്ടാകുമെന്നും സൂപ്പർ താരങ്ങൾ കാണാനെത്തും എന്നതാണ് അറിയാൻ സാധിച്ചത്. കാരണം എമ്പുരാൻ 100 കോടി 200 കോടി ഒന്നുമല്ല ലക്ഷ്യം. അതിലും വലിയ കോടികൾ നേടിയാലേ 3-ാം ഭാഗം ഇതിലും വലിയ ക്യാൻവാസിൽ എടുക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് എന്ത് വില കൊടുത്തും പൃഥ്വിരാജ് വലിയ രീതിയിൽ മലയാളികൾ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ സിനിമ പ്രൊമോട്ട് ചെയ്യും എന്നാണ് പുറത്തു വരുന്ന വാർത്ത. നിങ്ങൾ എമ്പുരാൻ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.